ഹായ്, നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ള ഫൈനൽ മെസ്സേജാണ്. നമ്മുടെ എക്സാം നാളെ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മറക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ചില ഇക്വേഷൻസ്, ഇത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും. അത് നിങ്ങളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്താണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. ജങ്ക് ഫുഡൊന്നും കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഈ സമയം അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിയുടെ ഹെൽത്തും നമ്മുടെ പെർഫോമൻസും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സോ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് കേൾക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ പോലും അത് മാത്രമാണ് കുട്ടികൾ കൊടുക്കുന്നുള്ളതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് എക്സാമിൻ്റെ തലേ ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഉറങ്ങേണ്ടത്. ഒരിക്കലും ഒരു ടോപ്പിക് കൂടി ഞാൻ പഠിക്കുക എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഉറങ്ങണം എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളൊരു നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീറ്റിട്ട് വേണമെങ്കിൽ പഠിച്ചോളൂ, അല്ലെങ്കിൽ റിവൈസ് ചെയ്തോളൂ. ഒരു മിനിമം 6 to 7 hours എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഉറങ്ങണം എന്നുള്ളതാണ് ജനറലി പറയുകയാണെങ്കിൽ. ദെൻ അനദർ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രെസ്സ് വരാം. ഇപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് എക്സാം ഹാളിൽ ഓർമ്മ വരൂ എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക, ദെൻ ലീവ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു കോട്ടുണ്ട്, വെൻ യു ഡു വാട്ട് യു ക്യാൻ ഡു, ഗോഡ് വിൽ ഡു വാട്ട് യു കാൺ ഡു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ക്രിയേറ്റർ അല്ലെങ്കിൽ ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ പാർട്ട് ചെയ്യുന്നുള്ള ഒരു കോട്ടുണ്ട്. സോ അത് തന്നെ നിങ്ങൾ ഓർത്താൽ മതി. നമ്മുടെ 100% കൊടുക്കുക, എന്നിട്ട് എന്തോ ആയിക്കോട്ടെ റിസൾട്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സാം ഹാളിൽ എത്തിയാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ പാനിക് ആവരുത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ, ഇപ്പോൾ മേ ബി ഈ വരുന്ന എക്സാമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും സെയിം ആയിട്ട് ആ ഒരു ഫേസ് ചെയ്യുന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പാനിക് ആവരുത്. ആൻഡ് അനദർ പോയിന്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിൾ മിസ്റ്റേക്സ് വരുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, പാനിക് ആവരുത്. കാം ആൻഡ് റിലാക്സ് ആയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത്. ഒപ്പം നിങ്ങൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നിങ്ങൾക്ക് ടൈം കിട്ടും. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ബ്രീത്തൊക്കെ എടുത്തിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഒക്കെ ചെയ്തിട്ട് ഫുള്ള് കാം ആൻഡ് കൂളായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് സില്ലി മിസ്റ്റേക്കൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്.